friends, welcome to the coffee mug. ഞാൻ ലിഷ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തിയും ന്യൂട്രീഷ്യസുമായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഡ്രൈ ഫ്രൂട്ട് ലഡു. ഇത് വളരെ ടേസ്റ്റിയും സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഈ ഒരു ലഡുവിലേക്ക് മധുരത്തിന് വേണ്ടി പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ മധുരം താല്പര്യമില്ലാത്തവർക്കും ഇത് കഴിക്കാൻ സാധിക്കും. അപ്പൊ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതുവരെ എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുന്നു. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ലഡു ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് വറുത്തെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് 1/4 കപ്പ് അവൽ ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഞാനിവിടെ മട്ട അവലാണ് എടുത്തിരിക്കുന്നത്. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വറുത്തെടുക്കാട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയാൻ സാധ്യതയുണ്ട്. അവൽ റോസ്റ്റായി നന്നായി ഡ്രൈ ആയി കിട്ടണം. കയ്യിലെടുത്ത് ഇങ്ങനെ പൊട്ടിച്ചു നോക്കുമ്പോൾ നന്നായി പൊടിഞ്ഞു കിട്ടണം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായി 1/4 കപ്പ് ചിരകിയ തേങ്ങ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. തേങ്ങയിലുള്ള വെള്ളത്തിന്റെ അംശമൊക്കെ മാറിക്കിട്ടണം. കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് തീയിൽ നിന്ന് മാറ്റിവെക്കാം. അടുത്തതായി നമുക്ക് ചൂടായിരിക്കുന്ന പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1/2 കപ്പ് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്ത കാഷ്നട്ട്സും 1/4 കപ്പ് ബദാം ചെറിയ പീസുകളായി കട്ട് ചെയ്തതും ചേർത്ത് വറുത്തെടുക്കാം. ഇതിന്റെയും കളർ മാറേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ നട്ട്സും റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെ 1/4 കപ്പ് ഉണക്കമുന്തിരി ചേർത്ത് വറുത്തെടുക്കാം. ഉണക്കമുന്തിരി എല്ലാം നന്നായി വീർത്ത് വരുമ്പോൾ നെയ്യിൽ നിന്ന് കോരി മാറ്റി വെക്കണം. ഇനി നമുക്ക് 1/2 കപ്പ് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്ത് ഈന്തപ്പഴം നെയ്യിലൊന്ന് വിളയിച്ചെടുക്കണം. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെക്കാട്ടോ. ഈന്തപ്പഴം നന്നായി വെന്ത് സോഫ്റ്റായി കിട്ടണം. ഈന്തപ്പഴം ഇങ്ങനെ അമർത്തി കൊടുത്തുകൊണ്ട് ഉടച്ചെടുക്കണം. ഇടയ്ക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഈന്തപ്പഴം നന്നായി സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഏകദേശം 8-10 മിനിറ്റ് സമയം എടുക്കും ഈന്തപ്പഴം സോഫ്റ്റായി കിട്ടാൻ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്തൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഏലക്ക പൊടിച്ചത് ചേർക്കാവുന്നതാണ്. ഇത് ഓപ്ഷണൽ ആണ്. അടുത്തതായി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും തേങ്ങയും അവലും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും 1 മിനിറ്റും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം.
ഒരു തവി വെച്ച് നന്നായി പ്രസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ മധുരമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ഈന്തപ്പഴത്തിൻ്റെയും ഉണക്കമുന്തിരിയുടെയും മധുരമാണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രായക്കാർക്കും കഴിക്കാവുന്ന ഒരു സ്വീറ്റാണിത്. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയും ന്യൂട്രീഷ്യസുമാണ് ഈ ഒരു ലഡു. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി കയ്യിലെടുത്ത് ഉരുട്ടാൻ പാകത്തിന് ചൂടാറി വരുമ്പോൾ ഉരുട്ടി ഷേപ്പാക്കി എടുക്കണം. ചൂട് മുഴുവൻ ആറാനായിട്ട് നിൽക്കണ്ട. ചൂടാറിക്കഴിഞ്ഞാൽ ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഷേപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടാട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഉരുട്ടി സെറ്റ് ചെയ്തെടുക്കാം. നന്നായി പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളവയും ചെയ്തെടുക്കുക. ഈ ഒരു സൈസിൽ എനിക്കിവിടെ 16 ലഡു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.